കുട്ടനാട് UDF സ്ഥാനാർത്ഥി റെജി ചെറിയാനാണ് റിപ്പോർട്ടർ ടിവിക്കൊപ്പമുള്ളത്. അങ്ങയുടെ നാമനിർദ്ദേശ പത്രിക 3 നൽകി അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ട് ഇന്ന് വീണ്ടും പുനഃപരിശോധിക്കുകയാണ്, ഹിയറിംഗിന് വിളിച്ചിരിക്കുകയാണ്. ഇതിൽ നിലവിൽ എന്താണ് സംഭവിച്ചത്? അങ്ങയുടെ ഒരു സെറ്റ് പത്രിക തള്ളി എന്ന വാർത്തകളാണ് വരുന്നത്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് നമ്മൾ പത്രിക സമർപ്പിക്കുമ്പോൾ അവിടെ അത് എല്ലാം റിവ്യൂ ചെയ്ത് ചെക്ക് ചെയ്ത് ഒന്നൊന്നായി നോക്കുന്നുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മളെ സ്കൂട്ടണിക്ക് വിളിക്കും. അവിടെ എന്തെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത ദിവസം നമുക്ക് സമയം തരുന്നത്. അപ്പോൾ അതാണ് ഇന്ന് നടക്കുന്നത്. അതൊരു നോർമൽ പ്രോസസ് അല്ലാതെ ഇതിനകത്തില്, കാരണം നമുക്കറിയാം അങ്ങയുടെ ഒരു പത്രിക തള്ളിപ്പോയ ഒരു പത്രികയും തള്ളുന്നല്ലാതെ ഇങ്ങനെ ഒരു അലിഗേഷൻ പ്രശ്നമുണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഒപ്പിട്ടതിലെങ്ങും ഒരു പ്രശ്നവുമില്ല. അവരെല്ലാം ഒപ്പ് റിവ്യൂ ചെയ്തു, അതിനകത്തിലെങ്ങും ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു കേസ് നമ്മള് 5 കേസുകളുണ്ട്, അതിൽ 4 കേസ് മാത്രമേ അന്നെങ്കിൽ രേഖപ്പെടുത്തിയുള്ളൂ എന്നാണ് ഒരു കേസ് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും സുപ്രീം കോടതിയുടെ മാനദണ്ഡമുള്ളതാണ്. അങ്ങനെ ഒരു പത്രികയും ആ കാരണത്താൽ ഇത് ചെയ്യരുത്. സൂക്ഷ്മതക്കുറവ് വല്ലതും ഉണ്ടായോ? ഇല്ലില്ല, അങ്ങനെയുള്ള സൂക്ഷ്മതക്കുറവല്ല അതിനകത്ത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഇത് 2016 എങ്ങാണ്ടുള്ള ഒരു കേസാണ്. അതിങ്ങനെ പെൻഡിങ് കിടക്കുവാണ്, ശ്രദ്ധിച്ചില്ല, അതേ ഉള്ളൂ. കാരണം നമുക്ക് സമൻസോ ഒന്നും അങ്ങനെ വരുന്നതല്ല. അത് അവധിക്ക് വെച്ചും അത് വക്കീലിങ്ങനെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടുപോകും എന്നുള്ളതല്ലാതെ വേറെ ഇതിനകത്തില് തള്ളി അല്ലെങ്കിൽ ഇങ്ങനെ അതൊന്നും. ഇത് സബ്മിറ്റ് ചെയ്തതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെടും. തീർച്ചയായിട്ടും. വാഹനങ്ങളുടെ പെറ്റി അടച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട്. എല്ലാ വാഹനങ്ങളുടെയും പെറ്റി അടച്ചിട്ടുണ്ട്. അടയ്ക്കാൻ പറ്റുന്ന എല്ലാം അടച്ചിട്ടുണ്ട്. ഏതെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും. നമ്മുടെ അല്ല, സർക്കാരിൽ എന്തെങ്കിലും. കാരണം ഒന്നീ അവരുടെ ഓൺലൈൻ പ്രശ്നമോ വല്ലതും കാണും. അത് നമുക്ക് അറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് നിയമമില്ലേ. അങ്ങനെ ഒരു പത്രിക തള്ളിപ്പോകുന്ന ഒരു പേടിയില്ല. ഒരു പേടിയില്ല. കാരണം അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നടക്കും. തീർച്ചയായും. കാരണം നമ്മളിവിടെ ജനിച്ചോളുന്ന ഇന്ത്യൻ പൗരനല്ലേ അല്ലേ. അപ്പൊ അത് അങ്ങനെ തന്നെ പോകുന്നുള്ളതാണ്. കുട്ടനാട് എന്താ ഒരു വിജയ സാധ്യത? തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ആരാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാം. 20 വർഷം ഈ നാടിനെ നശിപ്പിച്ചിട്ട് 25ാമത്തെ വർഷം പരാജയഭീതി എന്നാണ് അങ്ങനത്തെ പരാതി വരുന്നത്. 100% പരാജയഭീതി തന്നെയാണ്. അതുകൊണ്ടാണ് കാരണം ഒരു സ്ഥാനാർത്ഥിയും ഒരിക്കലും ഒരു കാൻഡിഡേറ്റ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ്. എങ്ങനെയും ഞങ്ങളൊന്നും എടുത്തോണ്ട് പോയില്ലല്ലോ. ഞാനും ആ പുള്ളിയും കൂടെ കേസ് നടക്കുന്നുണ്ട്. ഞങ്ങളൊന്നും എടുത്തോണ്ട് പോയില്ലല്ലോ. കാരണം അങ്ങനെ ഒരു മാനദണ്ഡമൊന്നും നമുക്കില്ല. ആരാണോ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കി തർക്കമാണെന്നുള്ളതിൽ യാതൊരു സംശയ കാര്യം കൂടി. അങ്ങയുടെ സീറ്റ് പേയ്മെന്റ് സീറ്റാണെന്നും ഒരു പ്രചരണം CPM ഹാൻഡിലുകൾ നടത്തുന്നുണ്ട്. CPM പ്രമാണിക്ക് പണക്കാരന് സീറ്റ് കൊടുത്തു, വിറ്റു എന്നൊക്കെയാ പറയുന്നത്. CPM അങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ 20 വർഷം ഈ നാടിനെ നശിപ്പിച്ചതും അങ്ങനെയാണെങ്കിൽ അവരെത്ര പേയ്മെന്റ് മേടിച്ചെന്നുള്ള ആദ്യമേ പറയണം. തോമസ് ചാണ്ടിയുടെ കയ്യിൽ നിന്ന് അല്ലേ. കഴിഞ്ഞ 20 വർഷം ഇവിടെ ആരായിരുന്നു MLA അല്ലേ. കുറച്ചു നാൾ UDFന്റെ കൂടെ വന്നിട്ട് എവിടെ പോയി? ഇടതുപക്ഷത്ത് പോയി. അപ്പൊ അവരെത്ര വട്ടം മേടിച്ചെന്ന് പറഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് പറയേണ്ടത്. ഈ തോമസ് ചാണ്ടിക്ക് സീറ്റ് കൊടുത്തതും പിന്നീട് തോമസിനും എല്ലാ പേയ്മെന്റ് സീറ്റ് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഇവരങ്ങനെ പറയുകയാണെങ്കിൽ തിരിച്ച് നമുക്കും അങ്ങനെ പറയരുതോ. പിന്നെ ഈ പേയ്മെന്റ് ആര് കൊടുത്തു? ഇനി തോമസ് ചാണ്ടി ആർക്ക് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ആർക്ക് കൊടുത്തിട്ടുണ്ടോ, പറയുന്ന ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് തെളിയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ ഉണ്ട്. അതും കൂടെ ചെയ്യണം. ആർക്ക് കൊടുത്തു, എപ്പോ കൊടുത്തു. വിജയസാധ്യതയുണ്ട്. ഇപ്പൊ ഈ പത്രിക തള്ളുന്നൊരു പ്രശ്നം ഇപ്പൊ നിലവിലില്ല. ഒന്നുമില്ല, ഒരിക്കലുമില്ല. ഏതായാലും കുട്ടനാട്ടിൽ വിജയാശംസകൾ. താങ്ക് യു. റെജി ചെറിയാനാണ് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേർന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത്തിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ ആലപ്പുഴ.